ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. നമ്മുടെ സ്കിന്നെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. പെട്ടെന്ന് നമുക്കൊരു ഫംഗ്ഷന് പോവേണ്ടി വന്നാൽ പാർലറിൽ പോകാൻ ടൈം കിട്ടിയില്ല എങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പാക്കാണിത്. നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് രാഗിയാണ് കേട്ടോ. 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണിത്. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് പാലാണ്. ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത രാഗിയും പാലും മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നമ്മളെടുത്ത രാഗി ഒന്ന് വെള്ളം വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. രാഗി ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാല് മാത്രം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ രാഗിയും പാലും നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചെടുത്ത രാഗിന്ന് 1 ടേബിൾ സ്പൂൺ നമ്മൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അരച്ചു വെച്ച രാഗിയിലേക്ക് ബാക്കിയുള്ള പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു കുറുക്ക് രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കുറുക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും തിക്നെസ്സിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ പാക്ക് ചെയ്യുന്നത്. ഫേസിൽ നമ്മൾ രാഗി ചൂടാറിയതിനു ശേഷം നമ്മൾ ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ്. നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പാക്ക് ഫേസിൽ വെച്ചിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല തിക്കായിട്ടുള്ള പാക്ക് തന്നെയാണ് കേട്ടോ. പാല് അലർജി ഉള്ള ആളുകൾക്ക് ഇത് നോർമൽ വാട്ടറിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഫേസിൽ എല്ലായിടത്തും ആക്കിയതിനു ശേഷം 2 കൈ വെച്ചിട്ട് ഒരുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 സൈഡും കുറഞ്ഞതൊരു 3-4 മിനിറ്റ് ഒക്കെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് നെക്കിൽ അപ്ലൈ ചെയ്യാത്തത് കേട്ടോ. എനിക്കത് ഇപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് ഫേസിലും നെക്കിലും ഒരുപോലെ അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. നല്ല രീതിയിൽ തന്നെ 4 മിനിറ്റോളം ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പൊ ഞാൻ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ്. അതിനുള്ള പാക്ക് റെഡിയാക്കാം. ഇത് നമ്മൾ അരച്ചു മാറ്റി വെച്ച രാഗിയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂണ് കോഫി പൗഡർ, ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ്. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഫസ്റ്റ്. അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ രാഗിയുടെ കുറുക്കാണ്. നിങ്ങൾക്ക് എത്രയാണ് ഫേസിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് വെച്ചാൽ അത്ര എടുക്കാം കേട്ടോ. ഇത് നല്ല ടൈറ്റ് ആയിട്ടാണ് ഇത് നിൽക്കുന്നതെങ്കിൽ കുറച്ച് പാലൊഴിച്ചിട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് അല്പം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഓവറായിട്ട് ലൂസായി പോവാണ്ട് നോക്കണം. കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫേസിലൊന്ന് സ്ക്രബ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ സ്ക്രബ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫേസിൽ എല്ലായിടത്തും ആക്കിയതിനു ശേഷം 2 കൈയും വെച്ചിട്ട് തന്നെ ഒരുപോലെ മസാജ് ചെയ്തെടുക്കുക. മസാജ് ചെയ്തതിനു ശേഷം ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഓരോരുത്തരുടെ ഫേസിന്റെ സ്കിന്നിനനുസരിച്ച് വേണം നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഞാൻ ഫേസ് നല്ല രീതിയിൽ തന്നെ. ഇനി കുറച്ചുകൂടെ നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം ഇതൊന്ന് വാഷ് ചെയ്ത് കളയാം. ഈ 2 സ്റ്റെപ്പും കഴിയുമ്പോൾ തന്നെ നമ്മളെ ഫേസ് ഒന്ന് നല്ല ബ്രൈറ്റ് ആവുന്നുണ്ട് കേട്ടോ. നല്ലോണം ഡ്രൈ ആയിരിക്കാവും ഫേസ്. അപ്പൊ നല്ല കെയർ ചെയ്തിട്ട് വേണം ഇതൊന്ന് വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള രാഗിയുടെ കുറുക്കാണ് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ കടലമാവ് എടുക്കുന്നുണ്ട്. 3ാമത്തെ സ്റ്റെപ്പായ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് പാൽ വെച്ചിട്ട് കറക്റ്റ് ലൂസിൽ ഇത് എടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫേസിൽ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസിൽ നല്ല രീതിയിൽ തന്നെ ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 20 മിനിറ്റ് ഓളം എടുക്കുള്ളൂ. അപ്പൊ തന്നെ വാഷ് ചെയ്യാൻ കഴിയും. ഇത് ഇട്ടുകൊണ്ട് സംസാരിക്കരുത് കേട്ടോ. ഇത് 3 സ്റ്റെപ്പും ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ ഫേസ് നല്ല ഗ്ലോ ആയ പോലെ, നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിയ പോലെ എനിക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല റിസൾട്ട് ഉള്ള പാക്ക് തന്നെയാണ് ഇത്. നല്ല സിമ്പിൾ ആയിട്ടുള്ള സാധനം കൊണ്ട് ചെയ്യുകയാണെങ്കിലും നല്ല എഫക്റ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെമഡി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ്. റഹീസ് ലൈഫ്.